നമസ്കാരം. ഡാനിഷ് നാവികസേന ഗ്രീൻലാൻഡിൻ്റെ തലസ്ഥാനമായ നൂക്കിന് സമീപം പട്രോളിംഗ് നടത്തുന്ന ചിത്രമാണ്. ഡെൻമാർക്കിൽ ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാൻ പോകുന്ന അമേരിക്കൻ പ്രഖ്യാപനത്തിനെതിരായ നീക്കം ശക്തമാണ്. വലിയ സേനാ വിന്യാസത്തിനോ വലിയ പ്രതിരോധത്തിനായുള്ള സൈനിക ശക്തിയിലോ ഒന്നും മുന്നിൽ നിൽക്കാത്ത ഡെൻമാർക്കിന് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് അമേരിക്ക ട്രംപ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ നീക്കം, പ്രതിരോധിക്കാൻ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വേറൊരു ഭാഗത്ത്, നാറ്റോ സേന, അതിനുമപ്പുറത്ത് റഷ്യ. ഇതിനിടയിൽ ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ ഡെൻമാർക്കിൻ്റെ അങ്ങേയറ്റത്തെ ശ്രമം. അസാധാരണമായി നാറ്റോ അംഗരാജ്യങ്ങളുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ പട്ടാളം രംഗത്തിറങ്ങിക്കഴിഞ്ഞു. വെനസ്വേലയിൽ പോയി മഡുറോയെ തട്ടിക്കൊണ്ടുപോയി, അത് കഴിഞ്ഞ് ഇറാനെ നോട്ടമിട്ടു, ഇപ്പോൾ പിടിക്കും എന്ന് പറഞ്ഞു. ഇറാനെതിരായ നീക്കത്തിൽ നിന്ന് പിന്മാറി ട്രംപ് ഇപ്പോൾ ഗ്രീൻലാൻഡിലേക്കാണ് നോട്ടം വിട്ടിരിക്കുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്കയ്ക്ക് പാരയായി യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ, നാറ്റോയുടെ തന്നെ, അമേരിക്ക കൂടി അംഗമായൊരു സംഘത്തിൻ്റെ തന്നെ സൈന്യം ഡെൻമാർക്കിന് വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നു. യുക്രൈനിൻ്റെ കാര്യത്തിൽ തന്നെ നാറ്റോ ഉടക്കി നിൽക്കുമ്പോഴാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ട്രംപിൻ്റെ നീക്കം. ദ്വീപിൻ്റെ കാര്യത്തിൽ US-ഉമായി ഡെൻമാർക്കിൻ്റെയും ഗ്രീൻലാൻഡിൻ്റെയും പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ച പരാജയപ്പെട്ടതോടെയാണ് രാഷ്ട്രീയ സാഹചര്യം നാടകീയമായി മാറിയത്. ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാഴ്സ് ലൂക്ക് റസ്മ്യൂസൺ, ഗ്രീൻലാൻഡ് വിദേശകാര്യമന്ത്രി വിവിയൻ മോട്സ് ഫെൽറ്റ് എന്നിവർ നടത്തിയ ചർച്ചയാണ് ഏറ്റവും ഒടുവിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് ഉള്ള പ്രധാന പോയിന്റ്. ഗ്രീൻലാൻഡ് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കും എന്ന ട്രംപിൻ്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഗ്രീൻലാൻഡിൻ്റെയും ഡെൻമാർക്കിൻ്റെയും വിദേശകാര്യമന്ത്രിമാർ ചർച്ചയ്ക്ക് തയ്യാറായത്. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായിരുന്നു കൂടിക്കാഴ്ച. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുത്തു. ദ്വീപ് പിടിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിൽ വ്യക്തതയുണ്ടായി, അവർ ആ നിലപാടിൽ തുടരുന്നു എന്നും അതിനെ ചെറുക്കുമെന്നും ഡാനിഷ് വിദേശകാര്യമന്ത്രി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനിക വിന്യാസവും അമേരിക്ക പ്രതീക്ഷിക്കാത്ത നിലയിൽ ഉണ്ടായത്. അടിസ്ഥാനപരമായ ഭിന്നതകൾ പരിഹരിച്ചില്ല എന്നും US ഉറച്ചു നിൽക്കുകയാണ് എന്നുമാണ് നിലവിലെ അവസ്ഥ. അതിനിടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ വരവ്, അവരുടെ സേനാ വിന്യാസം ട്രംപിനെ പ്രകോപിപ്പിച്ചു. അതിന് പിന്നാലെ അവരും വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും തിരിച്ചുപോക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരീക്ഷണത്തിനായാണ് ഗ്രീൻലാൻഡ് തലസ്ഥാനമായ നൂക്കിൽ സൈനിക വിന്യാസം നടത്തിയത് എന്നും സുരക്ഷ മുഖ്യമാണ് എന്നും അവർ വിശദീകരിക്കുകയാണ്. ഡെൻമാർക്കിൻ്റെ ക്ഷണപ്രകാരമാണ് നൂക്കിലേക്ക് സൈന്യത്തെ അയച്ചത്. ആർട്ടിക് മേഖലയിൽ ചൈനയും റഷ്യയും ഉയർത്തുന്ന പ്രതിസന്ധി കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സൈനിക വിന്യാസം എന്നും ജർമ്മനി വിശദീകരിച്ചുവെങ്കിലും ആത്യന്തികമായി അത് US-നുള്ള പ്രതിരോധമാണ്. ആദ്യ ബാച്ച് സൈന്യത്തെ നൂക്കിലേക്ക് അയച്ചത് ഫ്രാൻസും അടങ്ങുന്ന സംഘമാണ്. ഫ്രാൻസും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഉടൻ എത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞു. യൂറോപ്യൻ ദൗത്യത്തിന്റെ ഭാഗമായി ഒരു സൈനിക ഉദ്യോഗസ്ഥനെ അയക്കുമെന്ന് നെതർലാൻഡ് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈന്യം ഡെൻമാർക്കിന് സഹായവുമായി വരുമ്പോൾ ട്രംപ് വീണ്ടും അങ്കലാപ്പിലാവുകയാണ്. തങ്ങൾ കൂടി ഉൾപ്പെട്ട നാറ്റോയിൽ അംഗങ്ങളായ രാജ്യങ്ങളുടെ സൈന്യമാണ്. നാറ്റോയുടെ സൈന്യം എന്ന് പറയാവുന്ന വിധത്തിൽ ബാക്കി എല്ലാ അംഗരാജ്യങ്ങളുടെയും പിന്തുണയോടെയുള്ള നീക്കമാണ്. നാറ്റോ അംഗങ്ങളായ ഫ്രാൻസ്, സ്വീഡൻ, ജർമ്മനി, നോർവേ എന്നീ രാജ്യങ്ങളുടെ സൈനിക സംഘമാണ് വ്യാഴാഴ്ച ഒരുമിച്ച് ഗ്രീൻലാൻഡിൽ എത്തിയത്. നാറ്റോ രാജ്യങ്ങളുടെ ശക്തമായ പിന്തുണ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡെൻമാർക്കിനുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഡെൻമാർക്കിന് പണം കൊടുത്തു വാങ്ങാൻ നീക്കം നടത്തി പരാജയപ്പെട്ടതിന് ശേഷമാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കം ട്രംപ് നേരിട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ സൈനിക വിന്യാസം കൂട്ടാൻ തന്നെയാണ് ഡെൻമാർക്കിന്റെ തീരുമാനം. അതിനാവശ്യമായ പിന്തുണ തേടുകയുമാണ്. വരുന്ന ദിവസങ്ങളിൽ ദ്വീപിൽ നാറ്റോ കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നും അവരുടെ കൂടുതൽ കപ്പലുകളും സേനാ വിമാനങ്ങളും എത്തുമെന്നും ഗ്രീൻലാൻഡ് ഉപപ്രധാനമന്ത്രി മ്യൂട്ട് എഗഡും പ്രഖ്യാപിച്ചു. സുരക്ഷ ശക്തമാക്കാൻ ഒരു പ്രവർത്തക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. US-ന്റെ മോഹം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നും നടത്തുമെന്നും ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സനും പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്ര ശക്തമായ നിലപാടുമായി രംഗത്ത് വരുമെന്ന് ട്രംപ് കരുതിയതല്ല. നേരത്തെ ഗാസയിലെ നരവേട്ടയിൽ ഇസ്രായേലിനെതിരെ എടുത്ത നിലപാടിനെ ഓർമ്മിപ്പിക്കുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഗ്രീൻലാൻഡിനൊപ്പമുള്ള ഐക്യദാർഢ്യം. അന്ന് ഇസ്രായേലിനെതിരെ ഉപരോധമടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വന്നത്. ഇന്നിപ്പോൾ സൈന്യത്തെ അയച്ച് വേണ്ടിവന്നാൽ നേരിട്ട് പ്രതിരോധിക്കുമെന്ന നിലപാടാണ് പറയുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ട്രംപ് ചില വിശദീകരണങ്ങൾ നടത്തി. ഗ്രീൻലാൻഡ് പിടിക്കുന്നതിന് ന്യായീകരണങ്ങൾ ചമയ്ക്കുന്നുണ്ട്. അത് വിചിത്രമായ ന്യായമാണ്. അതായത് ഗ്രീൻലാൻഡ് പിടിക്കാൻ റഷ്യയും ചൈനയും നീക്കം നടത്തുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഡെൻമാർക്കിനാകില്ല, US-ന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതെന്നുള്ള വിചിത്രമായ ന്യായമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ഗ്രീൻലാൻഡ് ഡാനിഷ് പ്രതിനിധികളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, US-ന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം. ദ്വീപ് ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് പിടിച്ചാൽ അവരെ നേരിടാൻ ഡെൻമാർക്കിന് പറ്റൂല. ഗ്രീൻലാൻഡ് കരസ്ഥമാക്കാൻ നാറ്റോ US-നെ സഹായിക്കണം എന്നും അതുകൊണ്ട് US ധൈര്യത്തോടെ വന്നിരിക്കുകയാണ് എന്നുമാണ് ട്രംപ് പറയുന്നത്.
ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും ഭീഷണിയാകുന്നു എന്ന വ്യാജ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗ്രീൻലാൻഡിൽ നാറ്റോ നടത്തുന്ന സൈനിക വിന്യാസം ആശങ്കയുണ്ടാക്കുന്നു എന്ന പ്രതികരണവുമായി റഷ്യയും രംഗത്ത് വന്നു. ചരിത്രപരമായും രാഷ്ട്രീയമായും ഗ്രീൻലാൻഡ് രാജ്യം യൂറോപ്പിനോട്, പ്രത്യേകിച്ചും ഡെൻമാർക്കിനോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഡെൻമാർക്കിന്റെ കീഴിലെ 2 സ്വയംഭരണ പ്രദേശങ്ങളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ്, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ദ്വീപ്. 2 ഗ്രീൻലാൻഡിലെ പൗരർ ഡെൻമാർക്കിലെ പൂർണ്ണ പൗരന്മാരാണ് എന്നതാണ്. ഗ്രീൻലാൻഡ് യൂറോപ്യൻ യൂണിയന്റെ വിദേശ രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും ഭൂഭാഗങ്ങളിൽ ഒന്നായതിനാൽ ഗ്രീൻലാൻഡിലെ പൗരന്മാർ യൂറോപ്യൻ യൂണിയന്റെയും പൗരന്മാരാണ്. ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും ന്യൂക്കാണ്. ലോകത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കരയുടെ സ്ഥാനവും ഗ്രീൻലാൻഡാണ്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണെങ്കിലും ഗ്രീൻലാൻഡ് ഒരു സഹസ്രാബ്ദത്തിലേറെയായി യൂറോപ്പുമായി, പ്രത്യേകിച്ചും ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട് കിടക്കുകയുമാണ്. അവിടേക്കാണ് ട്രംപിന്റെ കണ്ണ് ചെന്നത്. അവിടെ വലിയ വ്യവസായ സാധ്യതകൾ ഉണ്ട്, ടൂറിസ്റ്റ് പ്ലേസ് ആക്കാം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പതിവ് ഗാസയോടിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു നോട്ടമാണ് അവിടേക്ക് എത്തിയത്. കണ്ണായ സ്ഥലമാണ്, അങ്ങനെയാണ് കടന്നു കയറുന്നത്. ഡെൻമാർക്കിനും ഗ്രീൻലാൻഡിനും ആലോചിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്താണ് US-ന്റെ നീക്കം. അമേരിക്കയുടെ ഭാഗമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ആർട്ടിക് ദ്വീപിലെ ജനത സ്വന്തം പാത കണ്ടെത്താനാണ് താല്പര്യപ്പെടുന്നത് എന്നും ഗ്രീൻലാൻഡിന്റെ വ്യവസായ നീതി വകുപ്പ് മന്ത്രി നാജ നതാനിയൽസൺ പറഞ്ഞു. ഗ്രീൻലാൻഡിന് മേൽ അമേരിക്ക ഒരു അധിനിവേശം നടത്തിയാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, നിലവിലുള്ള ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും. അമേരിക്കൻ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്തും ആർട്ടിക് മേഖലയിലെ സുരക്ഷാ നിരീക്ഷണങ്ങളുടെ ആവശ്യകത അംഗീകരിച്ചും അമേരിക്കയുടെ സഖ്യകക്ഷിയായി കാലങ്ങളായി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. എന്നാൽ സമീപകാല സംഭവങ്ങൾ ഗ്രീൻലാൻഡ് നിവാസികളെ ആശങ്കയിലാക്കി. വർഷങ്ങളായി ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു വലിയ പങ്കാളി ഞങ്ങളെ വഞ്ചിച്ചു എന്നും നതാനിയൽസൺ പറഞ്ഞു. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ വളരെ വലുതും ജനസംഖ്യയുടെ കാര്യത്തിൽ ചെറുതുമായ ഗ്രീൻലാൻഡിനായുള്ള യുദ്ധം അമേരിക്കയുടെ ചരിത്രത്തിൽ വലിയ പ്രതിസന്ധികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ട്രംപിന്റെ നീക്കം അമേരിക്കയിൽ തന്നെ എതിർപ്പ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യക്ഷ പ്രതിരോധത്തിന് ഇറങ്ങിത്തിരിച്ചതോടെ സംഭവം ട്രംപിന്റെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ്. ഇറാനിലേതുപോലെ തൽക്കാലത്തേക്കുള്ള പിന്മാറ്റമായിരിക്കും ട്രംപിന്റെ മുന്നിൽ ഇനിയുള്ള വഴി. ട്രംപാണ് നമ്മുടെ മുമ്പിലുള്ളത്, അന്തം വിട്ടവൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെ ട്രംപിന്റെ കാര്യത്തിൽ ഒന്നും നമുക്ക് അന്തിമമായി പറയാനും പറ്റില്ല. ലോകത്തിന്റെ ആശങ്ക അസ്ഥാനത്തല്ല എന്നർത്ഥം. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.